തിരുദൂതര് പറഞ്ഞു, ആ സമയമാകുമ്പോൾ അള്ളാഹു തീരുമാനിച്ച രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഊതാനുള്ള സമയമാകുമ്പോ ആ സമയത്ത് എവിടെ നിന്നോ പെട്ടെന്നൊരു മഴ പെയ്യും. ആ മഴത്തുള്ളി മരിച്ചു കിടക്കുന്ന ഇസ്രാഫീലിന്റെ ശരീരത്തിൽ വീഴുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചാടി എഴുന്നേക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഖുർആനിനെ സ്വന്തം ജീവിതം കൊണ്ട് ഭാഷ്യം രചിച്ച അള്ളാന്റെ റസൂൽ പറഞ്ഞു, മഴ പെയ്യുമത്രേ. ആ മഴ പെയ്യുമ്പോൾ മരിച്ചു കിടക്കുന്ന ഇസ്രാഫീൽ ചാടി എഴുന്നേൽക്കും. അപ്പൊ ചാടി എഴുന്നേൽക്കുന്ന ഇസ്രാഫീൽ ഇങ്ങനെ ചാടി എഴുന്നേൽക്കും. അല്ലാഹു പറയും, ഊത് ഇസ്രാഫീലേ ഊത്. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ ഫൈദാ അന്നേരം ഹും ഖിയാമുൻ യൻളുറൂൻ. ഖബറിൽ കിടക്കുന്ന, ഇത് മറ്റൊരാളുടെ കഥയല്ല, എന്റെയും നിങ്ങളുടെയും കഥയാണ്. നമ്മൾ കിടക്കുന്ന ഖബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കും അത്രേ. ഇസ്രാഫീൽ ഊതുന്നത് കേൾക്കുമ്പോ ഈ ഇസ്രാഫീലിന്റെ ഊതൽ എന്ത് ശബ്ദമാ? ഊതുമ്പോ ഒരു ശബ്ദം ഉണ്ടാകുമല്ലോ. ഈ ഇസ്രാഫീൽ ഊതി ഊതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഊതുമ്പോ എന്ത് ശബ്ദമാ? ഇൻകാനത്ത് ഇല്ലാ സൈഹതം വാഹിദ, ഇൻകാനത്ത് ഇല്ലാ സൈഹതം വാഹിദ ഫഇദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ഇസ്രാഫീലിന്റെ സൂറന്ന കാഹളത്തിന്റെ ശബ്ദം എന്താണ്? ഖുർആൻ പറയുന്നുണ്ട്, അതൊരു ഇടിമുഴക്കം പോലൊരു ശബ്ദമാണ്. ഒരൊറ്റ ഇടിവെട്ടുന്നത് പോലൊരു വെട്ടുന്ന ശബ്ദം കേൾക്കും. ഖബറിൽ കിടക്കുന്നവര് ചാടി എഴുന്നേക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇസ്രാഫീലിന്റെ സൂറന്ന കാഹളത്തിന്റെ ശബ്ദം ഏതാ? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ. എന്താ യാസീൻ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇൻകാനത്ത് ഇല്ലാ സൈഹതം വാഹിദ. യാസീനിൽ അല്ലാഹു പറയുന്ന ഒരു ഗൗരവമായ രംഗമുണ്ട്. അതൊരു ഇടിമുഴക്കം പോലൊരു മുഴക്കമല്ലാതെ മറ്റൊന്നുമല്ല. ആ ഇടിമുഴക്കം മുടങ്ങിക്കഴിഞ്ഞാൽ യാസീനിന് ഇത്ര ഗൗരവത്തോടൊരു വാക്ക് കാണാൻ കഴിയില്ല. ഫൈദാ അന്നേരം ഹും അവരെല്ലാവരും, അല്ലാഹു പറയുകയാണ്, ഹും അവരെന്ന് പറഞ്ഞ ഒരുത്തരെ പോലും വിടൂല, ജമീഉൻ അവരെല്ലാവരും. അല്ലാഹു പറയുന്നു, ഫൈദാ അന്നേരം ഹും അവർ എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ചു കുഞ്ഞു പോലും വിട്ടുപോകില്ല. ജമീഉൻ സർവ്വമാരും ലദൈനാ മുഹ്ളറൂൻ. ലദൈനാ എന്റെ മുമ്പിൽ, ലദൈനാ നമ്മുടെ മുമ്പിൽ, മുഹ്ളറൂൻ ഹാജരാക്കപ്പെടുകയാണ്. എന്താ വാക്ക്? ഫൈദ അന്നേരം ഹും അവർ. അല്ലാഹു പറയാ, അവരെന്ന് പറഞ്ഞാൽ ഒരുത്തനെ മാറ്റൂല, ജമീഉൻ അവന്മാരെല്ലാവന്മാരും ലദൈന നമ്മുടെ മുമ്പിൽ മുഹ്ളറൂൻ ഹാജരാക്കപ്പെട്ടു. ഇസ്രാഫീലിന്റെ ഇടിമുഴക്കം കേൾക്കും. കിടക്കുമ്പോ നമ്മളൊക്കെ എവിടെ കിടക്കുക? ഖബറിൽ കിടക്കുക. ചാടി എഴുന്നേൽക്കുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ ഒന്ന് വിചാരിച്ചു നോക്കി,